ഓക്കെ, അപ്പൊ പേജ് നമ്പർ 34. All of you take your textbook. പേജ് നമ്പർ 34 എടുത്തേ. എല്ലാവരും മിസ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടേ. ഓക്കെ, പേജ് നമ്പർ 34. ലിസൺ ഹിയർ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അത് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ചായം കണ്ടോ എല്ലാ മക്കളും? അതിലേക്ക് ശ്രദ്ധിച്ചേ. ടെക്സ്റ്റില് ചായം, മഷി, താരം, സിംഹം, പാലം, തവള, വട, വാഴ, മേശ, പാറ. ഓക്കെ, എഴുതാൻ പറ്റുമോ നോക്കാലോ നമുക്ക് എല്ലാവർക്കും? സ്ലേറ്റ് എടുത്ത് എഴുതി നോക്ക് കേട്ടോ. ആദ്യം ഇപ്പൊ ഫസ്റ്റ് വേണം എന്താണ്? ചായം. ചായ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആ എന്ന ചിഹ്നം യൂസ് ചെയ്യണം അല്ലേ? ചാ, ഇത് ച അല്ലേ? ചാ, ആ ചിഹ്നം ഇട്ടു. നെക്സ്റ്റ് യ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്ന ചിഹ്നം ഇട്ടു. ഓക്കെ, അപ്പൊ എന്ത് വായിക്കും? ചായം, ചായം. ഓക്കെ, എല്ലാവരും എഴുതാൻ പഠിച്ചോ അത്? ചായം എഴുതിയോ എല്ലാവരും? ഓക്കെ ഭവിക, ഗുഡ്. അപ്പൊ ചായം. നെക്സ്റ്റ് വൺ നമുക്ക് എന്താ എഴുതേണ്ടത്? മഷി. എന്ത് ചെയ്യണം ആദ്യം? മഷി എന്ന് എഴുതുമ്പോ മാ എഴുതണം അല്ലേ? ആദ്യം മാ എഴുതണം. അപ്പൊ നിങ്ങൾ സ്ലേറ്റിൽ എഴുതി ഇത് പഠിച്ചിട്ട് നോട്ടിൽ നമ്മളെ 2 ലൈൻ നോട്ട്ബുക്കിൽ ഹോംവർക്ക് ആയിട്ട് ഇത് എഴുതണം ഇന്ന്. ഓക്കെ, മഷി. ഷാ എഴുതി, ഈ ചിഹ്നം ഇട്ടു. ഈ ചിഹ്നം മഷി. മഷി, മഷി. ചായം, മഷി. നെക്സ്റ്റ് എന്താണ്? ഇപ്പൊ മഷി, മഷി, മഷി. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് കേട്ടോ. ആ ഡോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് ആദ്യം ചെയ്തോ നിങ്ങള്. ഇപ്പൊ എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. മഷി, മഷി, മഷി. ഓക്കെ, നെക്സ്റ്റ് വൺ താരം. ആ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ചെയ്യണേ. ഏത്? ആ ഡോട്ടിന്റെ മേലെ എഴുതണം ചായം. നെക്സ്റ്റ് മഷി. അതുപോലെ സ്ലേറ്റിലും എഴുതുക. ഓക്കെ, ഇങ്ങനെ പഠിക്കൂ കേട്ടോ. നെക്സ്റ്റ് വൺ താരം. താ എഴുതി, ആദ്യത്തെ താ എഴുതി, ആ ചിഹ്നം ഇട്ടു. തായി രം, രാ എഴുതിയിട്ട് എന്ന ചിഹ്നം ഇടണം. താരം, താരം, താരം. നെക്സ്റ്റ് വൺ സിംഹം. സാ എഴുതി, സാ എഴുതാൻ അറിയില്ല എല്ലാവർക്കും? റാ എഴുതി, രണ്ടാമത് നായായി. എന്നിട്ട് ഇങ്ങനെ വളച്ച് മുകളിലോട്ട് എടുത്തു. സ വള്ളിയിട്ടു, സി ആയി. സിം, സിമ്മായി. ഇനി ഹ. ഹ എഴുതി എന്ത് ചെയ്യണം? സിംഹം, സിംഹം. ഉണ്ടോ? സിംഹം. സാ സിം, സിംഹം. അപ്പോ ചായം, മഷി, താരം, സിംഹം. നെക്സ്റ്റ് വൺ പാലം. പാ എഴുതണം, ആ ചിഹ്നം ഇടണം. പാ അറിയാലോ എല്ലാവർക്കും? പാ, ആ ചിഹ്നം ഇടണം. പാ. ല എഴുതുക,
എന്ന ചിഹ്നം. പാലം. നെക്സ്റ്റ് എന്താണ് അടുത്തത്? പാലം കഴിഞ്ഞിട്ട് തവള. തവള. നെക്സ്റ്റ് വട. അപ്പൊ തവള കണ്ടോ? തവള, തവള. നെക്സ്റ്റ് വട. വായും തായും എഴുതാൻ മതി, ചിഹ്നമൊന്നുമില്ല അല്ലെ? തവളക്കും അങ്ങനെ. വട, വട. തവള കഴിഞ്ഞിട്ട് വട, വട. നെക്സ്റ്റ് വാഴ. അപ്പൊ ആ ചിഹ്നം വാ എഴുതിയിട്ട് ആ എന്ന ചിഹ്നം യൂസ് ചെയ്യണം. വാഴ. നെക്സ്റ്റ് മേശ. അടുത്തെന്താ? ഓക്കെ, ഗുഡ്. കാശിനാഥ് സൂപ്പറായി എഴുതിയിട്ടുണ്ട്. വട, വാഴ, മേശ. അപ്പൊ ഇത്രയും വേർഡ്സ് നമ്മള് ഇന്ന് ഒരു ദിവസം കൊണ്ട് എഴുതണ്ട കേട്ടോ. ദിവസമായിട്ട് നിങ്ങള് നോട്ട്ബുക്കില് ഹോംവർക്കായി എഴുതി മിസ്സിന് സെൻഡ് ചെയ്യണം. മേശ, മേശ, മേശ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്? പാറ, പാറ, പാറ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ സ്വന്തം എഴുതണം. ഓക്കെ ഈശാൻ, സൂപ്പർ. നീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗൗരിനെന്താ? നല്ല നീറ്റ് ആയിട്ടുണ്ട്, സൂപ്പർ. അവേദ്യ സൂപ്പർ. അനയ സൂപ്പർ. നെക്സ്റ്റ് സമജ്ഞ, വെരി ഗുഡ്. ദേവപ്രിയ സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്രിസ്റ്റി ജോസഫ് എഴുതിയിട്ടുണ്ട്, സൂപ്പർ. ക്രിസ്റ്റോ ജോൺ എഴുതിയോ? എഡ്വിൻ എഴുതിയോ മോനെ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ എഴുതിയത്? ഇവിടെ ഏഞ്ചൽ എഴുതിയിട്ടുണ്ട്, സൂപ്പർ. നോട്ടിൽ എഴുതിക്കോ കേട്ടോ. അങ്ങനെ നോട്ടില് സ്ലേറ്റിൽ എഴുതി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോട്ടിലൂടെ എഴുതുക കേട്ടോ. ഹോംവർക്കായിട്ട് എഴുതുക. ലക്ഷ്മി അഭിലാഷ് എഴുതിയിട്ടുണ്ട്, സൂപ്പർ. ഗോഡ്വിൻ എഴുതിയിട്ടുണ്ട്. നീറ്റ് കാണുന്നില്ലല്ലോ. ഓക്കെ ഗോഡ്വിൻ, വെരി ഗുഡ്. വൈഷ്ണവ് എഴുതിയോ മോനെ? പാർവണ, നൈജൽ എന്തായി എഴുതിയോ? ജസ്വൽ എഴുതിയിട്ടുണ്ട്, സൂപ്പർ. ജിയോണ എഴുതിയോ? അന്നാഗ്രേസ് എഴുതിയോ? അന്നാഗ്രേസ്. ആദൽ സിറിൽ, എല്ലാ മക്കളും എഴുതിയും തോന്നുന്നു അല്ലേ? അപ്പോ ഇത്രയും വേർഡ്സ് നിങ്ങൾ എഴുതി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഡിക്റ്റേഷൻ ഇടാം കേട്ടോ. അപ്പൊ ഇത്രയും വേർഡ്സ് എന്ത് ചെയ്യുക? പറയാനും എഴുതാനും ഒക്കെ പഠിക്കണം. ഹോംവർക്കായി നോട്ടിൽ നിങ്ങൾ എഴുതണം കേട്ടോ. കെ ഭവിക സൂപ്പർ, വെരി ഗുഡ്. അർജുൻ സൂപ്പർ. നെക്സ്റ്റ് ആരാ എഴുതിയേ? നെഹ്ല ഫാത്തിമ എഴുതിയോ മോളെ? ഓക്കെ, വെരി ഗുഡ്. എഴുതി അല്ലേ? പിന്നെ ആരാ എഴുതിയേ? ആരോമൽ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ എഴുതിയേ? അവേദ്യ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. വൈഷ്ണവ് പിയു എഴുതി, വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ മക്കളെ? ഓക്കെ, അപ്പോ അത്രയും വേർഡ് നിങ്ങൾ പഠിക്കുക. എന്താന്ന് ഒന്നുകൂടി വായിക്കാം. ചായം,
മഷി, താരം, സിംഹം, പാലം, തവള, വട, വാഴ, മേശ, പാറ. ഓക്കെ, അടിയിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടി ചാടി. അവിനാശ് എഴുതിയോ മോനെ? അവിനാശേ? ഓക്കെ, വെരി ഗുഡ്, എഴുതിയല്ലേ? അപ്പൊ അത്രയും വേർഡ്സ് നിങ്ങളെ അടുത്ത ദിവസം പഠിച്ചിട്ട് വരണേ. വായിക്കാൻ കിട്ടുന്ന നിങ്ങൾക്ക് അത് എഴുതിയത്? ഗോഡ്വിൻ എഴുതിയോ? ഗോഡ്വിൻ? ഓക്കെ, ഗുഡ്. നെയ്ജൽ എഴുതിയോ? ക്രിസ്റ്റി ജോസഫ് എഴുതിയോ? ശ്രീഷ്ണ എഴുതിയോ? ശ്രീഷ്ണ എഴുതിയോ? ഓക്കെ, അപ്പോ അത്രയും നിങ്ങൾ വായിക്കാനും എഴുതാനും പഠിക്കണേ മക്കളെ. അത് കഴിഞ്ഞാൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളാണ്. കണ്ടോ നിങ്ങള്? പേജ് നമ്പർ 35 കണ്ടോ? വ്യഞ്ജനാക്ഷരങ്ങൾ. ഏതൊക്കെയാണ് വ്യഞ്ജനാക്ഷരങ്ങള്? ഏതാണ് അവിനാശ വ്യഞ്ജനാക്ഷരങ്ങള്? ഏതാ വ്യഞ്ജനാക്ഷരങ്ങള്? ആ, കാക്ക ഗാഖ അല്ലേ? ഓക്കെ, കാക്ക ഗാഖ, ചാച്ച ജാച്ചഞ്ഞ, ടാറ്റ ഡാഠന, താത്ത ദാഠന, പാപ ബാപമ, യാ രാ ലാ വാ ശാ ഷാ സാ ഹാ ളാ രാ റ അല്ലേ? ഓക്കെ, എല്ലാവർക്കും അറിയോ എഴുതാൻ? കാണാതെ എഴുതാൻ അറിയോ? എത്ര പേർക്ക് കാണാതെ അറിയാൻ പറ്റും എഴുതാൻ? വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് എഴുതാൻ അറിയോ മക്കളെ? ആർക്കെങ്കിലും? ആർക്കും അറിയില്ലേ? ഓക്കെ, വെരി ഗുഡ്. എഴുതാൻ അറിയാം അല്ലേ? അപ്പോ അക്ഷരമാല എഴുതിച്ചും ചൊല്ലിച്ചും പരിശീലിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എഴുതണ്ടേ? കഖ ഖ. എല്ലാരും റെഡിയാണോ കഖ ഖ എഴുതാൻ? എന്നാ എടുത്തോ, നമുക്ക് നോട്ടിൽ തന്നെ എഴുതാം അല്ലേ? അതവിടെ ഉണ്ടാവുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും അല്ലേ? അപ്പോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒന്നുകൂടി ക ഖ ഗ ഖ ങ അത് എഴുതി പഠിക്കാം. അപ്പൊ ക ഖ ഗ ഖ ങ. ഓക്കെ, കുറച്ച് സ്ട്രെസ് കൊടുക്കേണ്ട 2 ഖ ഉണ്ട്. ഏകദേശം ഒരുപോലെ തോന്നുന്നു അല്ലേ? ഓക്കെ വൈഷ്ണവേ, വെരി ഗുഡ്. പക്ക ഫസ്റ്റ് കവർങ്ങങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ അതാണ് പഠിച്ചോണ്ടിരുന്നത്. എന്നാലും ക. നെക്സ്റ്റ് ഇപ്പൊ ക കരടി എന്നില്ല, ക. നെക്സ്റ്റ് കണ്ണ് എന്നല്ല എഴുതുന്നത്. നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് ഖ, നഖം, മുഖം. ഇതൊക്കെ എഴുതൽ ഈ കായോണ്ടാണ് അല്ലേ? കണ്ടോ നിങ്ങളത്? പേജ് നമ്പർ 35 കഖ ഗഖ ങ. നെക്സ്റ്റ് വൺ ഗ അല്ലേ? ഗാദ, ഗണപതി എന്നൊക്കെ എഴുതൽ ഇതിനുണ്ട്. നെക്സ്റ്റ് ഖ കുറച്ച് ശക്തിയിൽ അല്ലേ? ഘടികാരം, മേഘം എഴുതുന്നത് ഇതിനോടാണ്. ഖ. നെക്സ്റ്റ് ലാസ്റ്റ് ങ, മാങ്ങ. മാങ്ങ എഴുതുമ്പോൾ നമ്മൾ ങ എഴുതുന്നേ കൂട്ടക്ഷരം. ഓക്കെ, അപ്പോ ക ഖ ഗ ഖ ങ. ക കരടി, ഖ നഖം, ഗ ഗണപതി, ഖ ഘടികാരം, ങ മാങ്ങ.
ഓക്കെ, നെക്സ്റ്റ് വൺ ച. ച ച രണ്ടാമത്തെ ച. അപ്പോ ആദ്യത്തത് ചക്ക, ഛത്രം. ഇനിയോ ജനൽ, ജ. മൂന്നാമത്തെ ജ. പിന്നെയോ ചഷം, സോറി, ച. നെക്സ്റ്റ് ഞണ്ട്, ഞ. നെക്സ്റ്റ് വൺ ഏതാണ്? ക ച ട ത. അല്ല, ടായാണ് ഇനി എഴുതേണ്ടത് അല്ലേ നമുക്ക്? ട. മിസ്സൊരു എളുപ്പമാർഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക ച ട ത പ ഓർമ്മിക്കാൻ. ഇനി ട. ട ഠ ട കുട, ട പീഠം, ട ഗരുഡൻ അല്ലേ? ഇനി അതേ സാധനം ഉള്ളി കൂട്ടണം. ധക്ക, ണ വീണ, അരണ, ണ. നെക്സ്റ്റ് അപ്പോൾ ട ഠ ഡ ഠ ണ. ഇനിയോ ത. തത്ത, ത രഥം എന്നുള്ള ഠ. താഥ ദ. നെക്സ്റ്റ് ഥ. ധനം, ദീപം, ധനം, ന. നരി. ഇപ്പൊ താഥ ദഥ ന. ഇനിയോ പ. പ ഫലം നില ഫ. ബലൂൺ നില ബ. ബലൂൺ. ഭരണി, മരം. ഓക്കെ, ഇപ്പൊ പാപ്പ ബാപ്പമ്മ അല്ലേ? കഖ ഗഖ ങ, ച ഛ ജ ഛ ഞ, ട ഠ ഡ ഠ ണ, ത ഥ ദ ധ ന, പ ഫ ബ ഭ മ. ഇനി യാ രാ ല വ ശ ഷ അല്ലേ? മിസ് ഇവിടെ എഴുതുന്നുണ്ട്. യാ, സോറി, യാ രാ ലാ വാ ശാ ഷാ സാ ഹാ ള ഴ റ. അക്ഷരങ്ങൾ നല്ല പോലെ പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് എഴുതാനും ബുദ്ധിമുട്ടില്ല കേട്ടോ. അക്ഷരങ്ങൾ നല്ലതായി പഠിക്കണേ. ഇപ്പോ ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങള്. ക ഖ ഗ ഘ ങ,
ഛ ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ത ദ ഥ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ള ര റ. ഓക്കെ, എല്ലാ മക്കളും നോട്ടിൽ എഴുതിയെടുത്തോ അത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം അത് എഴുതട്ടെ, അത് കഴിഞ്ഞിട്ട് ഇത് ഹോംവർക്ക് എഴുതിയാൽ മതി കേട്ടോ. അപ്പോ ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. എന്ത് ചെയ്യണം? നിങ്ങള് പറഞ്ഞ് ചൊല്ലി 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 പഠിക്കണം കേട്ടോ, മറക്കരുതേ. അതുപോലെ എഴുതിയും ചൊല്ലിയും പഠിക്കണം. പിന്നെ നമ്മൾ കുഞ്ഞെ കുഞ്ഞെന്നുള്ള പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരിക്കൽ പഠിച്ചാണ്, അടുത്ത ക്ലാസ് പഠിക്കാം അല്ലേ? അപ്പോ ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ. നിങ്ങൾ മിസ്സിനോട് പറയുന്നുണ്ടോ അത്? ആരാ ഇതൊന്ന് വായിക്കുക? ഫിയോണ ഒന്ന് വായിച്ചേ. ഫിയോണ ഫിയോണ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കാക്ക കാക്ക ഇത് പറഞ്ഞ ഇവിടുന്ന് മുതല്. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും ഇത് എഴുതി എഴുതി പഠിക്കണേ. അക്ഷരങ്ങൾ എഴുതി പഠിക്കുക. നോട്ട് തന്നെ എഴുതി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന് ചായം, മഷി, താരം, സിംഹം, പാലം, തവള, വട, വാഴ, മേശ, പാറ. അടുത്ത നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചത്. ഖ ഖ ഗ ഘ ങ ഛ ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഓക്കെ, ഇത്രയും അടുത്ത ക്ലാസ്സിലേക്ക് നല്ലപോലെ പഠിക്കണേ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഈ വേർഡ്സുകളുടെ ഡിക്റ്റേഷനും ഉണ്ടാവുമേ. അപ്പൊ എല്ലാ മക്കളും പഠിച്ചിട്ട് വരുക. ഓക്കെ, അപ്പോ നാളെ നമുക്ക് വായിക്കുകയും ചെയ്തേ പാഠഭാഗം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞുവേ. ബൈ. ഓക്കെ, ബൈ മക്കളെ. സി യു. ബൈ.